ഹലോ, വെൽക്കം ബാക്ക്. ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്നൊരു കോൺഫ്ലവർ വെച്ചുള്ള ഒരു വിഭവമാണ് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ കോൺഫ്ലവർ ചെറുതായി കഷ്ണങ്ങളാക്കി ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ പുഴുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അത് അല്ലാതെ കഴിഞ്ഞ ശേഷം അതിനെ ഒന്ന് മാവൊക്കെ ചേർത്ത്, അതായത് കോൺഫ്ലവറും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് സോൾട്ട്, ഈ 3 ഐറ്റം ചേർത്ത് അതിനെ ഒന്ന് ലാമിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പം അത് അതേമാതിരി തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട സോയ സോസ്, അതുപോലെ ടൊമാറ്റോ സോസ്, ഇതൊക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം, സവാള, ഈ 5 ഐറ്റം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം പ്രിപ്പയർ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വൈഫും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്, വൈഫും കൂടെ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഫ്രൈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ലെങ്തി വീഡിയോ അതിനെക്കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനോട്ട് ഈ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാര്യം എന്ന് വെച്ചാൽ എങ്കിലും നിങ്ങൾക്കിത് വീട്ടിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. നമ്മൾ കടയിൽ പോയി പ്രിസർവേറ്റീവും കാര്യങ്ങളുമൊക്കെ ചേർത്ത ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ചെണ്ണ നമ്മളൊരു പുതിയൊരു തവ വെച്ചിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുക. അത് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വേണം വയ്ക്കാൻ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3 കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കവും, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പിന്നെ സവാളയും അതിനകത്ത് ചേർത്ത് കൊടുക്കുക. സ്ക്വയറായിട്ട് വേണം അത് അരിഞ്ഞെടുക്കുക. ഈ 2 ഐറ്റം സ്ക്വയർ ആയിരിക്കണം, മറ്റേത് ചെറുതായിട്ട് വേണം അരിയാൻ. ഈ ക്യാപ്സിക്കം എന്ന് പറയുമ്പോൾ എനിക്ക് ഗ്രീനേ കിട്ടിയിട്ടുള്ളൂ. മാർക്കറ്റിൽ 2 കളർ അവൈലബിൾ ഉണ്ട്, യെല്ലോ, റെഡൊക്കെ അവൈലബിൾ ഉണ്ട്. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്, നല്ലതാണ്, കളർഫുള്ളായിരിക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഗ്രീൻ മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്രീൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഓനിയൻ്റെ തണ്ട് ഇതിനകത്ത് ചെറിയതായിട്ട് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ എനിക്ക് ഓനിയൻ്റെ തണ്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് സവാളയും ക്യാപ്സിക്കവും ഒന്ന് റെഡിയായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ചട്ടിയിൽ പിടിക്കാൻ പാടില്ല. നമ്മൾ ഫ്ലെയിം കൂടുതൽ കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ചട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ചട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതിനകത്ത് കുറച്ച് സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനൊരു മയം കിട്ടാൻ വേണ്ടി, ഉള്ളിക്കും ഈ ക്യാപ്സിക്കത്തിന് ഒരു മയം കിട്ടും നമ്മൾ ശകലം സോൾട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അതിന് വേണ്ടി ഒരു നുള്ള് സോൾട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. വേറെ കളർ കിട്ടാൻ വേണ്ടി നമ്മളൊരു 1/4 ടീസ്പൂൺ, കൂടുതലൊന്നും ചേർത്തില്ല, 1/4 ടീസ്പൂണ് നമ്മൾ അതിനകത്തേക്ക് ആ ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർ ചേർക്കാത്ത ആഹാരം കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഫ്ലെയിം കൂടുതൽ വെച്ചിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒന്ന് ചവിട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാ സോസും ടൊമാറ്റോ സോസും. സോയ സോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 ടീസ്പൂണാണ്. 3 ടീസ്പൂൺ എന്ന് വെച്ചാൽ ഇച്ചിരി വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 ടീസ്പൂണും ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. 3, 4 എന്ന ക്രമത്തിലായിരിക്കണം എടുക്കേണ്ടത്.
ഇപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ അരക്കപ്പ് വെള്ളമാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് സോസും എല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് ആ അര കപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അര കപ്പ് എന്നുള്ളത് കുറച്ചുകൂടെ കയറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ. നമുക്കിപ്പോൾ ഞങ്ങൾ 4 അംഗങ്ങളേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് നമ്മൾ അത്രയേ ഗ്രേവിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്രയേ വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറുക്കിയെടുക്കാൻ പറ്റും. തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് കോൺഫ്ലവർ കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കുറുക്കനെ നല്ല ഗ്രേവി മാതിരി കിട്ടും നമുക്കത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളനുസരിച്ച് വെള്ളവും കോൺഫ്ലവറും കൂടുതൽ ചേർത്ത് കൊടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി നല്ലതാണ്, പ്രത്യേകിച്ച് ഈ ഇച്ചിരി മല്ലിയിലയും കൂടെ ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇളക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലവറും പിന്നെ കുരുമുളക് പൊടിയാണ്. അത് കൂടുതൽ ഇതിനകത്തോട്ട് ഇളകി ചേരരുത്. നമ്മൾ ഗ്രേവിയിലോട്ട് കൂടുതൽ ഇളകി ചേരരുത്. ആ രീതിയിൽ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ചിലർ നല്ല പ്രസ്സിന് ഇട്ട് ഇളക്കി കൊടുക്കും. അതിനകത്ത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന സാധനം ഇളകി ഗ്രേവിക്കകത്ത് ആവും. അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇളക്കുന്നത്. പതുക്കനെ നോർമലായിട്ട് ഇളക്കാവും. മറ്റേ നമ്മൾ കപ്പയൊക്കെ കിട്ടുന്ന കണക്ക് അല്ലാതെ ചക്കയൊക്കെ കിട്ടുന്ന കണക്കിട്ട് കിട്ടരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ജോലി ഇപ്പോൾ തീർന്നു. ഇപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു വിടാം. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ ഡിന്നറിന് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും ബെറ്റർ കറിയാണ് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ. അത് നിങ്ങളിത് വീട്ടിലുണ്ടാക്കി ഇത് പരീക്ഷിച്ച് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ എന്തെങ്കിലും തെറ്റ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റൂ. ഓക്കെ, എൻ്റെ വീഡിയോ കാണുമ്പോൾ